ഹായ് കൂട്ടുകാരെ, അരിമുറുക്ക് ഉണ്ടാക്കിയാലോ? പാലക്കാടൻ നെൽപ്പാടങ്ങളിൽ ഇപ്പോൾ കൊയ്തെടുത്ത നെല്ലുകുത്തരിയാണ് ഈ എടുത്തിട്ടുള്ളത്. ഇതിവിടെ പച്ചരി എന്നറിയപ്പെടുന്നു, മറ്റു സ്ഥലങ്ങളിൽ ഉണക്കലരി എന്നും അറിയപ്പെടുന്നു. പാലക്കാട് പച്ചരി എന്നും പുഴുങ്ങലരി എന്നും രണ്ടരിയാണ് ഉള്ളത്. മറ്റു സ്ഥലങ്ങളിൽ ഉണക്കലരി, പച്ചരി, പുഴുങ്ങലരി അങ്ങനെ അരികൾ പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പം നമ്മളിവിടെ എടുത്തുള്ളത് പച്ചരി, ഉണക്കലരി എന്നൊക്കെ അറിയപ്പെടുന്ന സംഭവമാണ്. ഇത് 12 ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത് മുറുക്കിന്. ഇത് പാലക്കാടൻ പുഴുങ്ങലരിയാണ്, നെല്ലുകുത്തരി തന്നെയാണ്. ഇത് ഞാനൊരു 4 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇത് ചീട ഉണ്ടാക്കാനാണ് എടുത്തിട്ടുള്ളത്. മുറുക്കിനൊപ്പം ചീട കൂടി, പാലക്കാടൻ ചീട കൂടി പരിചയപ്പെടുത്താം. മുറുക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ട മറ്റു സാധനങ്ങൾ: 3/4 കിലോ ഉഴുന്ന് പരിപ്പാണ് എടുത്തിട്ടുള്ളത്. മുഴുവനായിട്ടുള്ള ഉഴുന്നാണ്. ഇത് നന്നായിട്ട് ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്ക് വറുത്തെടുക്കണം. 1 ലിറ്റർ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് മുറുക്കുണ്ടാക്കിയെടുക്കാൻ. ജീരകം 50 ഗ്രാം, ഡാൽഡ 100 ഗ്രാം. ഇത്രയുമാണ് സാധനങ്ങൾ വേണ്ടത്. പിന്നെ ഒരു കഷ്ണം കായം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനൊരു ടേസ്റ്റിന് വേണ്ടിയാണ്, അത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു അരമുറി തേങ്ങയുടെ പാലും. മുറുക്ക് ഉണ്ടാക്കുന്നതിനാവശ്യമായ 3/4 കിലോ ഉഴുന്ന് നല്ല ബ്രൗൺ കളറാകുന്നത് വരെ വറുത്തെടുത്തിട്ടുണ്ട്. ഇത് മില്ലിൽ തന്നെ പൊടിച്ചെടുക്കണം. നമ്മുടെ മിക്സിയിൽ പൊടിച്ചാൽ അത് മുറുക്കിന് പറ്റില്ല. മുറുക്ക് പൊട്ടിത്തെറിക്കുകയും ചെയ്യും, എണ്ണ കുടിക്കുകയും ചെയ്യും. അപ്പം ഈ നിറമാവുന്നത് വരെ ഇത് വറുത്തെടുത്തിട്ടുണ്ട്. ഇളം ചൂടോടുകൂടി വേണം മില്ലിൽ കൊണ്ടുപോയി പൊടിച്ചു കൊണ്ടുവരാൻ. നല്ല മണം വരുന്ന ബ്രൗൺ നിറമാകുന്ന സമയത്താണിത് പാകമാകുന്നത്. ചീട ഉണ്ടാക്കുന്നതിനായിട്ടുള്ള പുഴുങ്ങലരി വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കണം. 2 മണിക്കൂറെങ്കിലും ഇത് കുതിരണം. അപ്പം ഞാനിത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. അതേപോലെ മുറുക്കിന് വേണ്ടത് പച്ചരിയാണ്. പച്ചരിയും വെള്ളത്തിൽ കുതിർക്കാനിട്ടിട്ടുണ്ട്. ഇത് 3/4 മണിക്കൂറോളം കുതിർത്താൽ മതിയാകും. പച്ചരി ആയതുകൊണ്ട് വേഗം കുതിർന്ന് കിട്ടും. ഇത് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കണം. ഗ്രൈൻഡറിൽ പച്ചരി നന്നായി കുതിർത്ത ശേഷം നല്ല പോലെ അരച്ചെടുക്കണം. ഒരു വലിയ ഉരുളിയിൽ പച്ചരി നന്നായി അരച്ചെടുത്ത മാവാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുറുക്കിന് ആവശ്യമുള്ള 50 ഗ്രാം എള്ളും 50 ഗ്രാം ജീരകവുമാണ് എടുത്തിട്ടുള്ളത്. എള്ളും ജീരകവും നന്നായി വെള്ളം ഒഴിച്ച് കലക്കി നമ്മൾ അരിച്ചെടുക്കണം. അല്ലെങ്കിൽ ഇതിലെ കല്ല് മുറുക്കിൽ കല്ല് കടിക്കും. അരിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് മാവിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഉഴുന്ന് വറുത്ത് പൊടിച്ച പൊടി മാവിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇത് നല്ല പോലെ നമുക്ക് കുഴച്ചെടുക്കാം. ഇത് നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം കായം നന്നായിട്ട് വെള്ളത്തിൽ കലക്കി എടുത്തിട്ടുണ്ട്. ചെറിയൊരു കഷ്ണം കായം കലക്കിയ വെള്ളം മാവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മുറുക്കിന് നല്ല മണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. 100 ഗ്രാം ഡാൽഡയാണ് മാവിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് വീണ്ടും നല്ല പോലെ കുഴച്ചെടുക്കണം. മുറുക്കിനുള്ള മാവെല്ലാം കുഴച്ച് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് കുഴച്ചെടുത്തിട്ടുള്ളത്. ഇതിൽ ചേർത്ത സാധനങ്ങൾ: ഉഴുന്നുപൊടി, ജീരകം, എള്ള്, ഡാൽഡ. മുറുക്ക് കൈകൊണ്ടാണ് ചുറ്റിയെടുക്കുന്നത്. അത് പ്രത്യേകം പഠിക്കുക തന്നെ വേണം. പെട്ടെന്നൊന്നും ഇത് പഠിച്ചു കിട്ടില്ല. ഇത് കാലങ്ങളായി പഠിച്ചെടുത്ത ഒരാളാണ് ചുറ്റുന്നത്. എൻ്റെ അമ്മാവൻ്റെ മരുമകളാണ്, സരസ്വതി ടീച്ചറാണ് ചുറ്റുന്നത്. ഒരു പ്രത്യേക കലയാണിത്. ഒരു കുപ്പിയുടെ അടപ്പ് നടുക്ക് വെക്കുമ്പോൾ അവിടെ ഒരു ഓട്ടം ഉണ്ടാവും. ഇങ്ങനെ എല്ലാ മാവും നമുക്ക് ചുറ്റിയെടുക്കാം. മുറുക്കുണ്ടാക്കുന്നതിനായിട്ട് വലിയൊരു ഇരുമ്പിന്റെ ചീനച്ചട്ടിയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് 1 ലിറ്റർ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ തിളച്ചു വന്നിട്ടുണ്ട്. ചീടയ്ക്കുള്ള മാവ് കുഴിച്ചെടുക്കാം. പുഴുങ്ങലരിയാണെന്ന് പ്രത്യേകം പറയട്ടെ. 50 ഗ്രാം
എള്ളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കുറച്ച് കായം വെള്ളത്തിൽ കലക്കിയെടുത്തിട്ടുണ്ട്, അതും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ടിട്ടാൽ മതി, ഏറിക്കഴിഞ്ഞാൽ ചീട ഉപ്പിൻ്റെ രുചിയായിരിക്കും കൂടുതൽ നിൽക്കുക. അതിനുശേഷം കുറച്ച് ഡാൽഡ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഡാൽഡയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള ഉഴുന്ന് പൊടി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിനി ചുട്ടെടുക്കാം. ഇങ്ങനെയാണ് ഇത് എടുക്കുന്നത്. ഒന്ന് കാറ്റത്ത് ഇട്ട ശേഷമാണ് എടുക്കുന്നത്. നമ്മൾ ആദ്യം ചുട്ടെടുക്കുന്ന മുറുക്കിന് വാട്ടമുറുക്ക് എന്നാണ് പറയുക. ഇതാണത്. അധികം വേവില്ല, ഇത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഒന്ന് ഇട്ടതും മറിച്ചെടുക്കുന്ന മുറുക്കിനെയാണ് വാട്ടമുറുക്ക് എന്ന് പറയുന്നത്. ചീടയുടെ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉരുട്ടിയിടാം. വാട്ടമുറുക്ക് ചുട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ മുറുക്കിയെടുക്കുകയാണ് മുറുക്കിനെ. ഇതിന് കടയിൽ നിന്നും വാങ്ങുന്ന മുറുക്കിനേക്കാളും ഭയങ്കര ടേസ്റ്റായിരിക്കും. ഫ്രഷ് ആയതുകൊണ്ട് തന്നെയാണ് അത്രയും ടേസ്റ്റ്. നല്ലപോലെ മുറുകിയെടുക്കണം. ചീട ഉരുട്ടിയെടുക്കുന്നത് ഇങ്ങനെയാണ്. ഒരു മാസം വരെ ഇത് കേടുകൂടാതിരിക്കും. മുറുക്കിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് ചീടയ്ക്കും. മുറുക്ക് ഇങ്ങനെ മുറുകി വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു വടിയിലാണ് ഇതിങ്ങനെ കോരിയെടുക്കാറ്. എണ്ണ നന്നായിട്ട് കാഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചീട ഉണ്ടാക്കി എടുക്കുകയാണ്. ആദ്യം നമ്മൾ ഒരെണ്ണം ഇങ്ങനെ ഇട്ട് നോക്കണം, പൊട്ടിത്തെറിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് പുഴുങ്ങലരി ആയതുകൊണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. നല്ലോണം എണ്ണ കായണം, നന്നായിട്ട് ചീട മൊരിഞ്ഞു വരികയും വേണം. എണ്ണച്ചട്ടി നിറയെ ചീട നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ല ഓട്ടയുള്ള ചട്ടുകം കൊണ്ട് നമുക്കിത് ഇളക്കി കൊടുക്കണം. ഇടയ്ക്ക് നല്ലോണം മുറുകണം, നല്ല കളറായിട്ട് വരണം. നമുക്ക് ചട്ടിയിലിടുമ്പോൾ ശബ്ദം കേൾക്കണം. ആ പരുവത്തിലാണിത് മുറുകേണ്ടത്. ഇതിൻ്റെ പാകമൊന്നും കറക്റ്റായിട്ടില്ലെങ്കിൽ എണ്ണച്ചട്ടിയിലിടുമ്പോൾ തന്നെ അത് പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് അളവൊക്കെ കൃത്യമായിരിക്കണം. പുഴുങ്ങലി അരി ആയതുകൊണ്ടാണ് അത് വളരെ നമ്മൾ ശ്രദ്ധിച്ചുണ്ടാക്കണം എന്ന് പറയുന്നത്. ഞാനിവിടെ കുറച്ച് ആദ്യം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതിന് നല്ല ബലമാണ്. ഞാൻ അമർത്തിയ അമരില്ല. ഇത് കുറേ കാലം കേടുവരാതെ ഇരിക്കും.